നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വി ഡി സതീശൻ എന്ന ഞാൻ എന്നതിന് പകരം വി ഡിയുടെ എക്സ്പാൻഷൻ, അതായത് വി വടാശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ കേരളത്തിലുണ്ടായ ബഹളം അത് തീർത്തും അനാരോഗ്യകരമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം സത്യപ്രതിജ്ഞയിലെ തന്റെ അച്ഛന്റെ പേര്, അതായത് ദാമോദര മേനോൻ, ദാമോദരൻ എന്ന് പറഞ്ഞിട്ടെങ്കിൽ കുഴപ്പമുണ്ടല്ലോ, ദാമോദര മേനോൻ എന്ന അച്ഛന്റെ പേര് പറഞ്ഞു. അച്ഛന്റെ പേരാണ് പുള്ളി പറഞ്ഞത്. അത് അച്ഛന്റെ പേര് അങ്ങനെയാണ്, ദാമോദര മേനോൻ എന്നുള്ളതാണ്. അത് അച്ഛൻ പോലും ഇട്ട പേരല്ല. വി ഡി സതീശന്റെ അച്ഛന്റെ മാതാപിതാക്കൾ ഇട്ട പേരാണ് ദാമോദര മേനോൻ എന്നുള്ളത്. അതിന് നമുക്ക് സതീശനെ കുറ്റം പറയാൻ പറ്റുമോ? ജാതിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ വളരെ സ്വാഭാവികമായിട്ടും സാവധാനത്തിലും നടക്കുന്ന ഒരു മാറ്റങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പൊ വി ഡി സതീശന്റെ മക്കളുടെ പേരില് ഇടുവാണെന്നുണ്ടെങ്കിൽ സതീശൻ എന്നേ വരത്തുള്ളൂ, അച്ഛന്റെ പേരേ വരത്തുള്ളൂ, സതീശൻ എന്നേ വരത്തുള്ളൂ. അപ്പൊ അവിടെ ജാതി വരുന്നില്ല. മകളുടെ പേര് എന്താണെന്ന് എനിക്കറിയില്ല, മകളുടെ പേരിന്റെ കൂട്ടത്തിൽ സതീശൻ എന്നേ വരത്തുള്ളൂ. ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ പേര് വിജയൻ നായർ എന്നാണ്, എന്റെ പേര് സുനിൽ കുമാർ വി, സുനിൽ കുമാർ, അത് എക്സ്പാൻഡ് ചെയ്യും, വി എക്സ്പാൻഡ് ചെയ്യുക വിജയൻ നായർ ഇല്ലേ. പക്ഷെ എന്റെ മക്കളുടെ പേര് എഴുതുമ്പോഴോ മോന്റെ പേര് അതിന്റെ കൂട്ടത്തിൽ എന്റെ പേര് സുനിൽ കുമാർ എന്നേ വരത്തുള്ളൂ. പിന്നെ മോളുടെ പേരാണെങ്കിൽ മോളുടെ പേരിന്റെ കൂട്ടത്തിൽ സുനിൽ കുമാർ എന്നേ വരത്തുള്ളൂ. അപ്പൊ അവിടെ ജാതി അപ്രത്യക്ഷമായില്ലേ. ഇങ്ങനെയൊക്കെയാണ് ജാതി അപ്രത്യക്ഷമാകുന്നത്. അല്ലാണ്ട് നമ്മൾ വെറുതെ കൊച്ചുകുട്ടികളെ പോലെ വെറുതെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സമൂഹത്തിൽ അനാവശ്യമായ ഒരു സംഘർഷം ഉണ്ടാക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട്, ഇങ്ങനെയുള്ള അനാവശ്യമായ വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഭൂതകാലത്തിൽ ജീവിക്കരുത്. ഭൂതകാലത്തിന്റെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കറയുക, നല്ല കാര്യങ്ങളൊക്കെ എടുക്കുക, നമ്മൾ മുമ്പോട്ട് പോവുക, അതിൽ ഫോക്കസ് ചെയ്യുക. സമൂഹം വികസിക്കട്ടെ, അഭിവൃദ്ധി പ്രാപിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.